നല്ല രുചിയുള്ള ഒരു ടൊമാറ്റോ റൈസാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പൊന്നി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വേവിച്ച് വെച്ചു. പിന്നെ ഒരു 4-5 തക്കാളിക്ക് അത് കഴുകി അരിഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. ഇതിപ്പം ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അതിൻ്റെ പേസ്റ്റ് അങ്ങനെ. പിന്നെ ആദ്യം നമ്മൾ എണ്ണയിൽ വഴറ്റാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് സവാളയും ലേശം ഇഞ്ചിയും ഒരു ചെറിയൊരു സ്പൂണിനുള്ള ഇഞ്ചി, പിന്നെ കടുക് പൊട്ടിക്കുന്ന 2 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. ഞാൻ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നല്ലെണ്ണയാണ്. നമുക്ക് സൺഫ്ലവർ ഓയിൽ മറ്റേത് ഓയിൽ ചേർക്കാം, പക്ഷേ നല്ലെണ്ണയ്ക്കാണ് കുറച്ചും കൂടെ രുചി ഉണ്ടാകുന്നത്. എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കും. കടുകിട്ട് പൊട്ടിച്ച ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും അതിലിട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്ക് നമ്മുടെ വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കും. അതൊക്കെ നമ്മൾ സാധാരണ എല്ലാ റെസിപ്പിയിലും ചേർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതാകുമ്പോൾ ഇടയ്ക്ക് ഇതിങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരു 1/2 ടീസ്പൂണ് ജീരകം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ വറ്റൽമുളക് ഇട്ടില്ല, വറ്റൽമുളകും കൂടി ഇപ്പം ചേർക്കും. അതുകൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ അധികം കൂട്ടാനൊന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതാകുമ്പോൾ ഒരു പിക്കിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് ഭക്ഷണം വലിയ പരാതിയും പരിഭവമൊന്നും കൂടാതെ വീട്ടിലുള്ള എല്ലാവരും കഴിച്ചു പോകും. നമ്മളതിലേക്ക് ഇഞ്ചിയും സവാള അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് വഴറ്റി, ഞാൻ കല്ലുപ്പാണ് പരമാവധി ഉപയോഗിക്കാറ്. ലഭ്യമാകുമ്പോഴൊക്കെ കല്ലുപ്പ് മേടിച്ച് വെക്കും, അങ്ങനെ അതാണ് ഉപയോഗിക്കാറ്. ആ കല്ലുപ്പും കൂടെ ചേർത്ത് ഈ ഇഞ്ചി സവാളയും ആ കൂട്ടിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്ന് പറയും. ഏകദേശം ഒന്ന് നന്നായി വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർക്കും. ഞാൻ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് നമ്മളുടെ ഒരു എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്താൽ മതിയാകും. അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി മുളക് പൊടി നന്നായി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം. പിന്നെ ശരിക്കും ഇതിങ്ങനെയൊന്നും ഉണ്ടാക്കാനുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. അരി ഇടാൻ തുടങ്ങിയപ്പോഴാണ് പൊന്നിയരി ഇരിക്കുന്നത് കണ്ടത്. അത് വേവിച്ച് കഴിഞ്ഞ് ചോറായി കഴിഞ്ഞപ്പോഴാണ് വിചാരിക്കുന്നത് ഇനി അതിന് കൂട്ടാനൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ ഒരു ടൊമാറ്റോ റൈസ് എന്ന ഒരു ഐഡിയയിലേക്ക് പ്ലാൻ മാറിയത്. ഇപ്പം നമ്മളത് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ നന്നായിട്ട് ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇനി വേറെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ട് ഞാനിപ്പം തീ കുറച്ചും കൂടെ കൂട്ടി നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് അത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. ഞാൻ അവസാനമായിട്ട് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇതിൽ ചേർക്കാറുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും. അത് കായപ്പൊടിയുടെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കുന്നതാണ് ഒരു സാധത്തിന് ഇച്ചിരി കൂടെ ടേസ്റ്റ് വരുത്തുന്നത്. ഇതുണ്ടാക്കണമെന്ന് തന്നെ. അപ്പോൾ ചോറായി കഴിഞ്ഞപ്പം ഐഡിയ മാറിയതാണ് ടൊമാറ്റോ റൈസ്. അപ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന ഗ്രേവിയിൽ അതിന് ഒരു പാകത്തിനനുസരിച്ച് ഞാൻ കുറച്ചും കൂടെ ചോറ് ചേർത്ത് കൊടുത്തു. അങ്ങനെ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ റൈസ് മാത്രമായിട്ട് ഒരച്ചാറുമായിട്ട് മാത്രം വെക്കണ്ടെന്ന് കരുതി ഞാൻ പിന്നെ ഇരുന്ന് 2 ക്യാരറ്റും ഒരു 3-4 ഉരുളക്കിഴങ്ങും കൂടെ എടുത്ത് അതൊന്ന് മെഴുക്ക് പുരട്ടി പെട്ടെന്നാക്കി അതും ചോറിൻ്റെ കൂടെ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് നമുക്ക് ടൊമാറ്റോ റൈസിൻ്റെ കൂടെ നെല്ലിക്ക അച്ചാറും
ക്യാരറ്റും ഉരുളക്കിഴങ്ങിൻ്റെയും പൊരിയൽ മെഴുക്ക് പുരട്ടി.